ഹരിയാനയിൽ വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട ജനനായക് ജനതാ പാർട്ടി നേതാവ് ദുഷ്യന്ത് ചൌത്താല. ബി.ജെ.പി. സർക്കാർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിലാണ് ദുഷ്യന്തിന്റെ ഈ നീക്കം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷമായ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും ദുഷ്യന്ത് പറഞ്ഞിരുന്നു. അതേസമയം തന്നെ ഗവർണർക്ക് ദുഷ്യന്ത് കത്തെഴുതിയിരിക്കുകയാണ്. ഭൂരിപക്ഷം തെളിയിക്കാൻ ബി.ജെ.പി. സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നാണ് ദുഷ്യന്ത് പറയുന്നത്. അതിനായി സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തി ഭൂരിപക്ഷം തെളിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതോടെയാണ് ബി.ജെ.പി. സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായത്. വിവിധ നേതാക്കൾ രാജിവെച്ചതും സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതുമെല്ലാം ചേർന്നതോടെ ബി.ജെ.പി. സർക്കാർ ന്യൂനപക്ഷമായി മാറിയെന്ന് ഹരിയാന ഗവർണർ ബൻഡാരു ദത്താത്രേയയ്ക്ക് അയച്ച കത്തിൽ ദുഷ്യന്ത് ചൌത്താല ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ബി.ജെ.പിയോട് ഭൂരിപക്ഷം തെളിയിക്കാൻ അവകാശപ്പെടണം. അതിനായി വിശ്വാസ വോട്ടെടുപ്പ് നടത്തട്ടെ എന്നും ചൌത്താല കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് സ്വതന്ത്ര എം.എൽ.എമാരായ സോംബിർ സാംഗ്വൻ, രൺധീർ സിംഗ് ഘോലൻ, ധരംപാൽ ഖോണ്ടർ എന്നിവർ ബി.ജെ.പി. സഖ്യം വിട്ടതും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതും. ബി.ജെ.പിയിൽ നിന്ന് നേരത്തെ ഒരു എം.എൽ.എ രാജിവെച്ചതടക്കമാണ് അവരെ പ്രതിസന്ധിയിലാക്കിയത്. അതേസമയം ദുഷ്യന്ത് ചൌത്താലയുടെ വഴി പോകാനാണ് കോൺഗ്രസിന്റെയും ശ്രമം. ഗവർണറെ കാണാനായി അനുമതി തേടുമെന്നും വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെടുമെന്നും കോൺഗ്രസ് എം.എൽ.എ ബി ഭദ്ര പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ഹരിയാനയിൽ സ്ഥിരതയും ജനാധിപത്യ കീഴ്വഴക്കങ്ങളും പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിശ്വാസ വോട്ടിന് ഗവർണർ അനുമതി നൽകണമെന്നാണ് കത്തിൽ ചൌത്താല ആവശ്യപ്പെട്ടത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ സംസ്ഥാനത്ത് ഇനി അധികം ദിവസങ്ങളില്ല. അതിനു മുൻപെയാണ് ചൌത്താലയുടെ ഈ നീക്കം. മെയ് 25-നാണ് ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് ആധിപത്യമുള്ള സംസ്ഥാനമാണ് ഹരിയാന. എന്നാൽ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണത്തെ പോലൊരു തൂത്തുവാരൽ സാധ്യമായേക്കില്ല. അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്നായിരുന്നു നേരത്തെ ദുഷ്യന്ത് പറഞ്ഞത്. ബി.ജെ.പി. സംസ്ഥാനത്ത് കുതിരക്കച്ചവടം ആരംഭിച്ചിരിക്കുകയാണ്. അത് വ്യത്യസ്തമായ രീതിയിലാണ് അവർ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും ദുഷ്യന്ത് പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസ് ദുഷ്യന്തിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. മുതിർന്ന നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ഗവർണറെ കണ്ട് എം.എൽ.എമാരുടെ പിന്തുണയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് ബി.ജെ.പിയെ പിന്തുണയ്ക്കാൻ ജെ.ജെ.പി. എം.എൽ.എമാർ തയ്യാറായാൽ അവരെ അയോഗ്യരാക്കുമെന്നായിരുന്നു ചൌത്താല പറഞ്ഞത്. 3 സ്വതന്ത്ര എം.എൽ.എമാർ ബി.ജെ.പി. സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെയാണ് ദുഷ്യന്ത് ചൌത്താല ഇങ്ങനെ പ്രതികരിച്ചത്.